നമ്മൾ ദൈനംദിനം സംഘടനാ കാര്യങ്ങളായിട്ട് പോകുമ്പോൾ പലരും വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഫോണിൽ. എന്താ നിങ്ങൾ തോറ്റപ്പോൾ ആകെ നിരാശനായോ? ഇപ്പൊ ഒരു മറുപടിയും തരുന്നില്ല, ഞങ്ങളിത് മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ട് പല ഭാഗത്തും ആളുകൾ വിളിക്കാൻ പറ്റും. സ്നാപ്ചാറ്റിലൊക്കെ ഉള്ളപ്പോൾ പുതിയ തലമുറയാണ്. അതായത് ഇടയ്ക്കൊക്കെ ഒരു ഫോട്ടോ ഒക്കെ ഇടലുണ്ട്. ഒരു 10, 17 വയസ്സ് 16 വയസ്സുള്ളവരൊക്കെ കണ്ടപ്പോൾ അല്ല ഇപ്പൊ ഒന്നും കാണില്ലല്ലോ എന്ന് ഇപ്പൊ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അന്ന് ഞാൻ പ്രദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും മുന്നണിയും കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച വേളയിലാണ് നേരത്തെ വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചപ്പോഴുള്ള ബന്ധങ്ങളുള്ള എഞ്ചിനീയറിംഗ് കോളേജിലെയും മറ്റും വിദേശത്തും ഒടിയൊക്കെയുള്ള സുഹൃത്തുക്കൾ ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി കോഴിക്കോട്ടേക്ക് വന്നു. അവർ പറഞ്ഞു സോഷ്യൽ മീഡിയ ഞങ്ങൾ നോക്കും. അപ്പൊ എനിക്കിത് ഇതിന്റെ അത്രത്തോളം പ്രാധാന്യം ഉള്ള കാലമല്ല. 2009 ഓർക്കൂട്ടാണ്, ഓർക്കൂട്ടും ഫേസ്ബുക്കും. അങ്ങനെ അവര് ഒരു അക്കൗണ്ട് തുടങ്ങി. അതിൽ സ്ഥാനാർത്ഥിയുടെ പര്യടനം, സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള വാർത്തകൾ, അതിന് പല കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഞാൻ 1, 2 തവണയാണ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവിടെ പോയി അവരുടെ പ്രവർത്തനം കണ്ടത്. പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പിന്നെ ഞാനത് നോക്കുന്നില്ല. ചെറിയ വോട്ടിന് 838 വോട്ടിനെന്ന് ഞങ്ങൾ പരാജയപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. നമ്മൾ ദൈനംദിനം സംഘടനാ കാര്യങ്ങളായിട്ട് പോകുമ്പോൾ പലരും വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഫോണിൽ. എന്താ നിങ്ങൾ തോറ്റപ്പോൾ ആകെ നിരാശനായോ? ഇപ്പൊ ഒരു മറുപടിയും തരുന്നില്ല, ഞങ്ങളിത് മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ട് പല ഭാഗത്തും ആളുകൾ വിളിക്കാൻ പറ്റും. അന്ന് ഈ വാട്സപ്പും ഇല്ല, ഫോണിൽ വിളിക്കുകയാണ്. ഫോൺ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഞാൻ പോയിട്ട് ഈ അക്കൗണ്ട് തുറന്നു നോക്കുന്നത്. അക്കൗണ്ട് തുറന്നു നോക്കിയപ്പോൾ 100 കണക്കിന് മെസ്സേജാണ്. അപ്പൊ ഞാൻ അത് ഓപ്പറേറ്റ് ചെയ്ത് എന്റെ സുഹൃത്തിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനി നിങ്ങൾ എന്നെ നോക്കണം. 100 കണക്കിന് മെസ്സേജുകളാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. ഓർക്കൂട്ടുണ്ട്, ഫേസ്ബുക്ക്. പിന്നെ അതിന് മറുപടി അയച്ചു. അന്ന് മുതൽ 2009 മുതൽ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുന്ന ഒരാളുണ്ട്. ഈ 15 കൊല്ലം ഫേസ്ബുക്കിന്റെ പല മാറ്റങ്ങളും കണ്ടു. ഞാനിപ്പോ ഇരുന്നപ്പോ ചില കാര്യങ്ങൾ സംശയം ചോദിച്ചു. പിന്നെ ഓർക്കൂട്ട് പോയി, ട്വിറ്റർ വന്നു, അതുപോലെ ഇൻസ്റ്റാഗ്രാം വളരെ സജീവമായി, യൂട്യൂബ് വേറെ നിലയിലേക്ക് മാറി. ത്രെഡ് ഇപ്പൊ ഉണ്ട്, സ്നാപ്ചാറ്റ് ഉണ്ട്. കുട്ടികളെ വളരെ പ്രായം. ഞാനിപ്പോ സ്നാപ്ചാറ്റിലും ത്രെഡിലും ട്വിറ്ററിന്റെ ഇതിലൊക്കെ ഉണ്ട്. അപ്പൊ സ്നാപ്ചാറ്റിലൊക്കെ ഉള്ളപ്പോ പുതിയ തലമുറയാണ്. അതായത് ഇടയ്ക്കൊക്കെ ഒരു ഫോട്ടോ ഒക്കെ ഇടലുണ്ട്. അപ്പോ ഒരു 10, 17 വയസ്സ് 16 വയസ്സുള്ളവരൊക്കെ കണ്ടപ്പോ അല്ല ഇപ്പൊ ഒന്നും കാണില്ലല്ലോ എന്ന് ഇപ്പൊ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അത്ഭുതപ്പെട്ടു. അപ്പൊ യഥാർത്ഥത്തിൽ അനന്തമായ സാധ്യതയാണ് ഇതൊക്കെ കാണിക്കുന്നത്. പിന്നെ ഈ ഗവൺമെന്റ് വന്നു, മന്ത്രി എന്ന ചുമതല ഏൽപ്പിച്ചു. അപ്പൊ സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനം സർക്കാരിന്റെ പ്രവർത്തനമായിട്ട് പുറത്തിണക്കി മുന്നോട്ട് പോകണം നിശ്ചയിച്ചു. അപ്പൊ നമുക്ക് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത. ഇപ്പൊ എല്ലാ മേഖലകളിലുള്ളവർക്കും ഇന്ന് പ്രോപ്പർ കമ്മ്യൂണിക്കേഷന് പറ്റുന്ന ഒരു നില ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് മൊബൈൽ ഫോണിലൂടെ വ്യത്യസ്തങ്ങളായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.